നമസ്തേ. ജനം ഡിബേറ്റ്സ് സ്പെഷ്യൽ എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പിടിച്ചു കെട്ടാൻ ആരുണ്ട് പിണറായിയെ? ഈ വിഷയമാണ് ഇന്ന് ജനം ഡിബേറ്റ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് 12 ദിവസമായി. കേരളത്തിൽ CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിക്കേറ്റ വൻ പരാജയത്തിൻ്റെ കാരണങ്ങൾ പലതാണ്. പക്ഷേ മുന്നണിക്കകത്തും പുറത്തുമുള്ളവർ വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരാൾക്ക് നേരെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തോൽവിക്ക് കാരണഭൂതനായി പ്രവർത്തിച്ചതെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ കൂടി പറയുമ്പോൾ പാർട്ടിയിലും സംഗതി അത്ര പന്തിയല്ലെന്നല്ലേ മനസ്സിലാക്കേണ്ടതാണ്. ജനഡിബേറ്റിൻ്റെ സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നു. പിടിച്ചു കെട്ടാൻ ആരുണ്ട് പിണറായിയെ? ഇടത് സൈദ്ധാന്തികൻ ശ്രീ പണ്ഡ്യാല ഷാജി, BJP വക്താവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ, ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ N ശ്രീകുമാർ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം അഡ്വക്കേറ്റ് JR പത്മകുമാറിൽ നിന്ന് ആരംഭിക്കുകയാണ്. അഡ്വക്കേറ്റ് JR പത്മകുമാർ, മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനം. ഇന്ന് ഉണ്ടായ സംഭവങ്ങളൊന്ന് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ല എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൽ ശക്തമായ വിമർശനം ഉയർന്നു. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് പരാജയ കാരണം എന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ തുറന്നു പറയുന്നു. മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിച്ചു എന്നും ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ CPIയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉയരുന്നു. പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ TM തോമസ് ഐസക്, അദ്ദേഹം പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അനുഭാവികളുടെ വോട്ട് പോലും ലഭിച്ചില്ല. ജനങ്ങളുടെ വിമർശനം തുറന്ന മനസ്സോടെ കേൾക്കണം. സൈബർ സഖാക്കൾ അതിരുവിട്ടു. നേതാക്കളുടെ പെരുമാറ്റ വൈകല്യവും അഴിമതി ആരോപണങ്ങളും ചർച്ചയാക്കി. ഡോക്ടർ TM തോമസ് ഐസക്കാണ് ഇത് പറഞ്ഞത്. പരിശോധനയും അതുപോലെ തിരുത്തലും അനിവാര്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. പൊതുവിൽ CPMൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരാറില്ല. കാരണം പാർട്ടിയെ നിയന്ത്രിക്കുന്നത് പിണറായിയാണ്, ഭരണത്തെ നിയന്ത്രിക്കുന്നതും പിണറായിയാണ്. അങ്ങനെ പിണറായിയെ വിമർശിക്കാൻ ചങ്കൂറ്റമുള്ളവർ പാർട്ടിയിൽ കുറവാണ്. പക്ഷേ തോമസ് ഐസക്കിനെ പോലുള്ളവർ, G സുധാകരനെ പോലുള്ളവർ നിലവിലുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കടുത്ത വിമർശനത്തിലേക്ക് കിടക്കുന്നു. പക്ഷേ എങ്കിലും ഒരു ചോദ്യം അവശേഷിക്കുകയാണ്: ആര് പിടിച്ചു കെട്ടും പിണറായിയെ? അഡ്വക്കേറ്റ് JR പത്മകുമാർ. കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു എന്നുള്ളതിൽ രണ്ട് പക്ഷമില്ല. എല്ലാ ആളുകളും അത് അംഗീകരിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായി ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ളതിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ, അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിണറായി വിജയൻ ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല. പക്ഷെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്, ഈ ഇടതുപക്ഷ പ്രത്യേകിച്ചും CPMനെ ഇപ്പോൾ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് പാർട്ടിയായിരിക്കും ഗവൺമെൻറ്റിനെ ഹൈജാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ പാർട്ടിയുടെ നയങ്ങളനുസരിച്ച്, അല്ലെങ്കിൽ മുന്നണിയുടെ നയങ്ങളനുസരിച്ച് സ്വാഭാവികമായിട്ട് കേരളത്തിൽ ഒരു വലിയ കക്ഷി എന്നുള്ളതിൽ CPMൻ്റെ നയങ്ങളായിരിക്കും മുന്നണിയും നടപ്പിൽ വരുത്തുന്നത്. മുഖ്യമന്ത്രി ആരായാലും അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ നിയന്ത്രിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ നിയമിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തികളെയും വിലയിരുത്തുന്നത്, അതിനെ നിയന്ത്രിക്കുന്നതും സൂക്ഷ്മതയോടുകൂടി പരിശോധിക്കുന്നതിനും പാർട്ടി എന്നുള്ളൊരു സംവിധാനം ഉണ്ടാകും. നമുക്കറിയാം,
അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആരായിരിക്കണം, എന്തായിരിക്കണം പറയേണ്ടത് എന്നൊക്കെ പാർട്ടി ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്ത് അദ്ദേഹം കൊണ്ട് പറയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയതും ചില കാര്യങ്ങളിൽ വിയോജിപ്പ് വന്ന സമയത്ത് അത് വലിയ പ്രശ്നങ്ങളുണ്ടായതും ഒക്കെ നമ്മുടെ മുന്നിൽ. അന്ന് പാർട്ടിയായിരുന്നു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഭരണ നേതാക്കന്മാരെ നിയന്ത്രിച്ചിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ അത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം അതിൽ വ്യത്യാസം വന്നു. പാർട്ടിയെയും ഭരണത്തെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിനെ ചോദ്യം ചെയ്യാൻ ആ പാർട്ടിക്കകത്തും വലിയ രീതിയിൽ ജനാധിപത്യവും സ്വയം വിമർശനവും തെറ്റുതിരുത്തലൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമെങ്കിലും പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രിയെ പാർട്ടി നേതാവിനെ തിരുത്താൻ ആളില്ലാതെ വരുന്നു എന്നുള്ള ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരുന്നത്. അതിൻ്റെ പരിണിത ഫലമാണ് എന്തും ചെയ്യാം, ആർക്കും എന്തും ചെയ്യാം, അദ്ദേഹത്തോട് അടുപ്പമുള്ള സ്വാധീനമുള്ള അദ്ദേഹത്തിൻ്റെ ഗുഡ് ലിസ്റ്റിലുള്ള ആർക്കും എന്തും ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഭരണം അങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം അമിതമായ ഒരു അഹങ്കാരത്തിൻ്റേതായ രീതിയിൽ ഭരണത്തിലുള്ള എല്ലാ മേഖലയും കയറൂരി വിട്ടിരിക്കുക. ചെറിയൊരു ഉദാഹരണം പറയാം. നമുക്ക് ഈ കേരളത്തിലൊരു യാത്ര നടത്തിയല്ലോ അവർ. ആ കേരള യാത്ര നടന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ കണ്ണൂർ ജില്ലയിലുണ്ടായ ഒരു സംഭവം, ആ സംഭവത്തിൽ അന്ന് പാർട്ടി പ്രവർത്തകർ എങ്ങനെയാണ് അതിനെ എതിർത്ത അല്ലെങ്കിൽ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ ആളുകളെ കൈകാര്യം ചെയ്തത് നമ്മൾ കണ്ടതായിരുന്നു. അന്ന് മുഖ്യമന്ത്രി എന്നുള്ള ഒരു വ്യക്തി അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താ, അതെല്ലാം ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പാർട്ടി പ്രവർത്തകർക്കും അദ്ദേഹത്തിൻ്റെ മറ്റ് ഭരണ സംവിധാനത്തിനും ഒരു സന്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നിങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടതെന്താ, പിന്നെ ആ പാർട്ടിക്കാരെടുത്ത റോള് പോലീസുകാർ എടുത്തിട്ട് കേരളത്തിൽ നടമാടിയ ക്രൂരമായ അക്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രാകൃതമായ രീതിയിലുള്ളൊരു ഭരണ സംവിധാനവുമായി മുന്നോട്ട് പോകാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ ഒരേ ആളും അതിനെ ചോദ്യം ചെയ്യാൻ പാർട്ടി സംവിധാനവും അതുപോലെ അല്ലെങ്കിൽ ഘടകകക്ഷികളും ഒരു നിസ്സഹായരായി നിൽക്കുന്നൊരവസ്ഥയാണ് ഇന്ന്. ഈ അവസ്ഥയിലേക്ക് ജനങ്ങൾ തന്നെ മുന്നോട്ട് വന്നിട്ട് അതിന് തക്കതായ മറുപടി കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് കേരളത്തിൽ എത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ഈ പിണറായി വിജയൻ എന്നുള്ള ആ അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരായിട്ടുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം തെറ്റുതിരുത്തും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. ഒരിക്കലും തെറ്റുതിരുത്താൻ പോകുന്നില്ല, അതിന് കഴിയുകയില്ല. അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിപ്പിക്കാൻ ഇന്നത്തെ സംവിധാനത്തിൽ പാർട്ടിക്ക് കഴിയുകയുമില്ല എന്നുള്ളതാണ്. പക്ഷെ പാർട്ടിക്ക് അധികാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട, പാർട്ടിയുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ അധികാരം നിലനിർത്തിക്കൊണ്ട് പോവുക. അതിനിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളത്, ഇതിനെ സഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതാണ്. പക്ഷേ ഈ ഒളിഞ്ഞും തെളിഞ്ഞും ഉള്ള ഇതേപോലുള്ള പത്രമാധ്യമങ്ങൾ കൂടിയുള്ള പ്രതിഷേധവും ഞങ്ങളൊക്കെ വിമർശിച്ചു എന്ന് പറയുക. മുമ്പൊക്കെ നമുക്കറിയാം പാർട്ടിയിൽ നടക്കുന്ന വിമർശനങ്ങൾ പുറത്തറിയുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിമർശനം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഏതെങ്കിലും രീതിയിൽ ഗോസിപ്പുകൾ മാത്രമാണ് അറിയുന്നത്. ഇന്ന് പക്ഷേ നേരിട്ട് ഒരു ചെറിയ രീതിയിലെങ്കിലും നേരിട്ട് പത്രമാധ്യമങ്ങളോട് പറയുന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കാണണം. ഭാവി നമുക്കിത് കണ്ടറിയാം എന്തായിരിക്കും നടക്കാൻ പോകുന്നത്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു തെറ്റുതിരുത്തലിലും പോകുന്നില്ല, ആരും അദ്ദേഹത്തെ പിടിച്ചു കെട്ടാനും പോകുന്നില്ല. ഇത്തരത്തിലുള്ള ഈ ക്രൂരമായ ഒരു ഭരണ സംവിധാനവും അഴിമതി നിറഞ്ഞൊരു ഭരണ സംവിധാനവും കൂടെ നിൽക്കുന്ന ആളുകൾക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഭരണം പോകും. അത് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മറ്റ് പല സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തകർന്ന് അടിയാൻ ഇടയാക്കിയതിൻ്റെ ഒരു 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 സാഹചര്യമുണ്ടല്ലോ, അത് കേരളത്തിൽ സമീപഭാവിയിൽ സംജാതമാകുമെന്നുള്ളത് സംശയമില്ല. യെസ്, റിജി ലൂക്കോസ, CPIയുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെ മുൻ മന്ത്രി കൂടിയായ G സുധാകരൻ്റെ വിമർശനങ്ങളെ മുഖവിലക്ക് എടുക്കുമോ, അതോ ഇവരെയൊക്കെ വിവരദോഷികളാക്കി മാറ്റുമോ? അനിൽജി, സംസാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആദ്യം റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ചർച്ചയിൽ തുടങ്ങുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പത്മകുമാറും അനിൽ നമ്പ്യാരും യാതൊരു തരത്തിലും വിഷമിക്കേണ്ട. CPMൻ്റെ പ്രതിസന്ധികളിൽ ഞങ്ങളെക്കുറിച്ചൊരു ഉത്കണ്ഠ നിങ്ങളുടെ ആവശ്യമില്ല. അത് തരണം ചെയ്യാനുള്ള ശേഷിയും ശേമുഷിയും ജനപിന്തുണയുള്ളൊരു പാർട്ടിയാണ് CPM. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഇതല്ല. ഇപ്പോൾ നിങ്ങൾ പ്രതിദാനം ചെയ്ത BJPക്ക് ഇന്ന് വന്നിരിക്കുന്ന ഗതികേട്
മൂന്ന് സെഗ്മെന്റിലൂടെയാണ് അത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം നഗ്നമായ സത്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഒന്ന്, സുരേഷ് ഗോപി കരുണാകരനെ കേരളത്തിലെ കരുണാകരന് ശേഷം ആരും ഒന്നും ഈ കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്യാത്ത കേന്ദ്രമന്ത്രിമാരായിരുന്നു പറഞ്ഞത്. അത് വിസ്മരിച്ചു പോയി ഒ രാജഗോപാലിനെ, അൽഫോൺസ് കണ്ണന്താനത്തിനെ, വി മുരളീധരനെ, രാജീവ് ചന്ദ്രശേഖരെ. സത്യത്തിലൊരു അപമാനമാണ്. ഇവരൊക്കെ ആയിട്ടിരുന്നത് എന്തിനെന്നൊരു ചോദ്യമാണ് അത് ഉദ്ദേശിച്ചത്. കൂടാതെ കണ്ട് ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവ് എന്നൊക്കെ വിളിച്ച് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനും ഭാരതമാതാവ് ഇന്നിപ്പോൾ സമുന്നതനായ ഒരു RSS നേതാവ് ഭാരതമാതാവിൻ്റെ ചിത്രം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പ്രതികരിച്ചിട്ടുണ്ട്, ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഗതികേടിൽ വൺമാനായിട്ട് പോകുന്ന സുരേഷ് ഗോപി BJPക്ക് ഒരു തലവേദന സൃഷ്ടിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. പ്രിയങ്കരനായ RSSകാരും BJPക്കാരും ആദരവോടെ കാണുന്ന RSSന്റെ സർക്കറ്റ് ചാലക് ബഹുമാനപ്പെട്ട മോഹൻ ഭാഗവത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പരസ്യമായിട്ട് നാഗ്പൂരിൽ വെച്ച് പറഞ്ഞു, ഒരു ജനസേവകൻ എന്ന് പറയുന്നത് ഏകാധിപതിയാകരുത്, എളിമയോടുകൂടിയാണെന്ന് പറഞ്ഞു. മണിപ്പൂരിൽ ഇത്രയും നാളായിട്ട് ഇടപെടാത്തതിലും അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കുന്നതിൽ അദ്ദേഹം അതീവ ഉത്കണ്ഠ രേഖപ്പെടുത്തി. നിങ്ങൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അതിലുപരിയായിട്ട് 400 സീറ്റ് കിട്ടി, ഭരണഘടന ഭേദഗതി ചെയ്യുമെന്നും പറഞ്ഞിട്ട് അവകാശവാദമായിട്ട് ഇന്ത്യ മുഴുവനും വർഗീയ വിദ്വേഷം പടർത്തി ഇന്ത്യയിൽ പ്രചരണം നടത്തിയ ഈ BJPക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടാതെ കണ്ട് വിരുദ്ധ ചേരിയിലുള്ള സഖ്യകക്ഷികളെ കൂട്ടിച്ചേർത്ത് ഇപ്പോൾ ഭരണം നടത്തി രാജ്യത്തെ ജനങ്ങൾ ഉത്തരേന്ത്യയിലെ ഭൂമികയിൽ ഈ പാർട്ടിയെ തള്ളിക്കളഞ്ഞ ആ ജനസഞ്ചയത്തെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടിക്ക് എത്തിയ വൻ പരാജയം എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച പദം ഞാൻ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും വാദത്തിന് വേണ്ടി പരാജയമൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല, അത് പിന്നീട് പറയാം. നിങ്ങൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. BJP എന്ന് പറഞ്ഞത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഇന്ത്യയിൽ ജനങ്ങൾ തിരസ്കരിച്ചതിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ ചർച്ച ചെയ്തില്ല. ആദ്യം വൈദ്യരെ സ്വയം ചികിത്സിക്കുമെന്നാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് പറയാം. അനിൽ നമ്പ്യാരുടെയും ബഹുമാനപ്പെട്ട പത്മകുമാറിന്റെ ചോദ്യങ്ങളിൽ പ്രസക്തമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചികഞ്ഞെടുത്ത് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാനൊരു കാര്യം പറയാം, തോമസ് ഐസക് സാറും അതുപോലുള്ളവരും ചില പ്രതികരണങ്ങൾ ജനാധിപത്യ രീതിയിൽ അവർക്ക് പ്രതികരിക്കാനുള്ള അവകാശമുള്ള പാർട്ടിയാണ് CPM. ഞങ്ങൾ ഇതിനേക്കാളും വലിയ പരാജയം ജനങ്ങളുടെ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. 1974 മുതൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒറ്റ സീറ്റ് പോലും കിട്ടാത്ത ചരിത്രം കേരളത്തിലുണ്ട്. 2019 ഞങ്ങൾക്ക് കേവലം ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. മഹാഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന്റെ 19 പേരും ജയിച്ചു. കേവലം 10,000 മാത്രം ഉള്ള ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ ഒരു MP ജയിച്ചു. അതിനുശേഷം ഇതുപോലെയുള്ള നിങ്ങളുടെ വേട്ടയാടലുകളും ചോദ്യം ചെയ്യലിന് ശേഷം 2023 ഞങ്ങൾക്ക് 9 സീറ്റ് അധികം നൽകി ഈ കേരളത്തിലെ ജനങ്ങൾ CPMന് അധികാരത്തിലേറി. അതൊരു അഹങ്കാരമായിട്ടോ ഒന്നുമല്ലോ, എളിമയോട് കൂടി തന്നെയാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് CPM ഇവിടെ തീർന്നു. പിണറായി വിജയന്റെ ഏകാധിപത്യമാണ്. പിണറായി വിജയനെ ആര് പിടിച്ചു കെട്ടും എന്നുള്ള നിങ്ങളുടെ ചോദ്യം ബാലിശമാണ്. നിങ്ങൾ ആദ്യം പിടിച്ചു കെട്ടാൻ ശ്രമിക്കേണ്ട മോഹൻ ഭാഗവത് വിശേഷിപ്പിച്ച നരേന്ദ്രമോദിനെയാണ്. BJPക്ക് ഈ ഇന്ത്യയിൽ ഒരു തകർച്ചയുടെ എല്ലാ നീക്കങ്ങളും നടത്തിയൊരു ക്യാപ്റ്റനായിരുന്നു നരേന്ദ്രമോദി. അദ്ദേഹത്തിനെയാണ് നിങ്ങൾ ആദ്യമായിട്ട് പിടിച്ചു കെട്ടേണ്ടത്. പിണറായി വിജയനെ തിരുത്തേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ അത് തിരുത്താനും ഭരണത്തെ തിരുത്തി ജനങ്ങൾക്ക് വിശ്വാസമായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ കഴിവുള്ള പാർട്ടിയാണിത്. പിണറായി വിജയനെ നിങ്ങൾ പറയുമ്പോൾ അങ്ങ് തിരുത്താനൊന്നുമില്ല. ഇതേ പിണറായി വിജയനാണ് 2016 മുതൽ എല്ലാ പ്രതിസന്ധികളും ഈ കേരളത്തെ രാഷ്ട്രീയ ഭേദമന്യേ മറ്റൊരു വ്യത്യാസമില്ലാണ്ട് കൈകളിൽ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ട ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങൾ അറിയാം. പിന്നെ അദ്ദേഹത്തിന്റെ ശരീരഭാഷയും സംസാരവും തിരുത്താനെന്ന് നിങ്ങൾ ശ്രമിക്കേണ്ട. കഴിഞ്ഞ 6 പതിറ്റാണ്ടായിട്ട് കേരളത്തിലെ ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന ഒരു നേതാവാണ്. പിണറായി വിജയനെ തകർത്താലേ CPMനെ തകർക്കാൻ പറ്റുന്നുള്ള ഒരു ബുദ്ധിശൂന്യമായ നിലപാടെടുക്കുന്ന ചില മാധ്യമങ്ങളും ചില ആളുകളും കാലങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊന്നും നടക്കത്തില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് വേറൊരു കാര്യമുണ്ട്, അതുകൂടെ ശ്രദ്ധിച്ചു. അനിൽ നമ്പ്യാർ ഈ പാർട്ടിയോടൊപ്പം കുറെ നാൾ സഞ്ചരിച്ച ആളല്ലേ, അതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. തന്നെമേലെ തലശ്ശേരി എന്ന് പറയുന്ന ഭൂമിയിൽ CPMന് സമന്വയ നേതാക്കളുമായിട്ട് അത്യാവശ്യം അടുത്ത ബന്ധമുള്ള ഒരാളാണ് അനിൽ നമ്പ്യാർ. എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കണ്ണിക്കേല എന്നുള്ള വിശ്വാസത്തെ ഞാൻ പറയാം. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ പറയുന്ന CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു ഭരണഘടനയും അതിന്റെ കൃത്യമായ രീതിയിലുള്ള ചുവടുവയ്പ്പുകളും തെറ്റുകളെ തിരുത്തി മാത്രം മുന്നോട്ട് കൊണ്ടുപോയതാണ്. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു ഇന്നും നാളെയും. അത് കഴിഞ്ഞിട്ട് സംസ്ഥാന സമിതി കൂടും, തെറ്റുകൾ വന്നാൽ തിരുത്തും. സമന്വയ നേതാവായ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് അത് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. അത് പറയാനുള്ള ആർജവം നിങ്ങളുടെ ഈ കേരളത്തിലെ ഏതെങ്കിലും BJP ഉണ്ടായോ? നിങ്ങൾ പറയൂ. ഇന്നിപ്പോ മൂക്കത്ത് വിരൽ വെക്കത്തക്ക രീതിയിലല്ലേ സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് വരുന്നത്? അതിനെ വിമർശിച്ചുകൊണ്ട് RSSന്റെ നേതാവ് രംഗത്ത് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റിയോ? സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തിനും അതുകൊണ്ട് വിമർശനമായിട്ട് നിങ്ങൾ കാണുന്നില്ല. CPMനെ നന്നാക്കാൻ നിങ്ങൾ സുരേഷ് ഗോപിയെ വിമർശിച്ച RSS നേതാവ് രംഗത്ത് വന്നു റെജി ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞത്? തെറ്റു പറ്റിയെങ്കിൽ ഞങ്ങള്
അനിൽ നമ്പ്യാർ അത് കണ്ടില്ലേ? ഭാരതമാതാവിനെ ഭാരതത്തിന്റെ ചിത്രത്തോടു കൂടി അവതരിപ്പിച്ച് RSSന്റെ ഒരു നേതാവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഇന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്ക്രീൻഷോട്ട് കൊണ്ടത് എൻ്റെ ഫോണിലാണ് ഇപ്പോൾ ഇത് കണക്ട് ചെയ്തുകൊണ്ട് മാത്രം അത് കാണിക്കാൻ പറ്റാത്ത നിർഭാഗ്യവശാൽ അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഞാനത് വാട്സ്ആപ്പ് ചെയ്ത് തരാം. അത് ഞാൻ നുണ പറഞ്ഞതല്ല. നേതാവിനെ പിന്നെ മിസ്കോട്ട് ചെയ്യുന്നു അനിൽ നമ്പ്യാർ വിവരിക്കുന്നുണ്ടോ? അല്ല, വത്സൻ തില്ലങ്കേരിയുടെ പേരിൽ ഒരു പോസ്റ്റ് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം ശ്രീ വത്സൻ തില്ലങ്കേരി തന്നെ നിശ്ചയിച്ചു അദ്ദേഹത്തിന് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല എന്ന്. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ RSS നേതാവ് ആരാണാവോ സുരേഷ് ഗോപിയെ വിമർശിച്ചത് എനിക്കറിയില്ല. മാത്രമല്ല, ഞാൻ ചക്കയെ കുറിച്ചാണ് ചോദിച്ചത്, റെജി ചുക്കിനെ കുറിച്ചാണ് മറുപടി നൽകിയത്. എന്റെ ഫൈൻഡ് ഔട്ട് അല്ലല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നല്ലൊരു പാനലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പത്മകുമാറൊക്കെ എൻ്റെ നല്ല അടുത്ത സുഹൃത്താണ്. അദ്ദേഹമായിട്ടൊക്കെ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമുണ്ട്. ഞാൻ അനിൽ നമ്പ്യാർ അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മോഹൻ ഭാഗവതിനെ ഞാൻ മിസ്കോട്ട് ചെയ്താൽ നിങ്ങൾ ഏത് രീതിയിലുള്ള പ്രതികരണം നടത്തും? ഞാനത് മിസ്കോട്ട് ചെയ്യുമോ? അതേ ഇല്ലാത്ത രീതിയിൽ ഞാനത് റെക്കോർഡ് ചെയ്യും. അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ പ്ലാറ്റ്ഫോമിലുണ്ട്, ഇവിടുത്തെ മാധ്യമങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഈ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ കേട്ടതാണ്. ഞാൻ അതിനെ തെറ്റായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അനിൽ നമ്പ്യാർ പറയൂ, ഞാനത് തിരുത്താൻ തയ്യാറ്. താങ്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു. അപ്പൊ അതുകൊണ്ട് സ്വയം ചികിത്സിക്കും. ആദ്യമായിട്ട് ജനാധിപത്യത്തിൽ ആർക്കും ജയിക്കാനുള്ള അവകാശമുണ്ട്. സുരേഷ് ഗോപിക്കുണ്ട്, അദ്ദേഹം അവിടെ ജയിച്ചു. തൃശ്ശൂരിലെ വോട്ടർമാർ അദ്ദേഹത്തിനെ ആണ് ജയിപ്പിക്കേണ്ടത് തോന്നിയാണ്, അവർ ജയിച്ചു. അത് ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല. പക്ഷെ എങ്ങനെയാണ് RSSും BJPയും അവിടെ വിജയിച്ചെന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. നിങ്ങളുടെ കൂടി വോട്ടുകൾ നേടിയാണ് സുരേഷ് ഗോപി ജയിച്ചത്. മാത്രമല്ല ഇവിടെ നോക്കൂ, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തില് CPMന്റെ MLA-മാരുള്ള 3 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് അവിടെ BJP ആണ് ഒന്നാമത്. അപ്പോൾ അങ്ങനെ എത്തണമെങ്കിൽ CPMും വോട്ട് ചെയ്തില്ലേ, CPIയും വോട്ട് ചെയ്തില്ലേ? അതെ, അവിടെയൊക്കെ CPM CPI എല്ലാം വോട്ട് ചെയ്തില്ലേ? എന്തുകൊണ്ടാണ് വോട്ട് ചെയ്തത്? അതാണ് CPIയുടെ ജില്ലാ കൗൺസിലിൽ നിന്ന് തുറന്നു പറഞ്ഞത്. പിണറായിക്കെതിരെയാണ് വിമർശനം. അദ്ദേഹത്തിൻ്റെ ഭരണം ശരിയല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബം ശരിയല്ല, എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നിങ്ങളത് ഉൾക്കൊള്ളുന്നില്ല, വേണ്ട വിധം ഉൾക്കൊള്ളുന്നില്ല. അത് തുറന്നു പറയുന്ന CPMന്റെ നേതാക്കന്മാരെ ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു. മാത്രമല്ല, നിങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന, ഇടതുപക്ഷത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന ആ കൂറിലോസ് തിരുമേനി, അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അദ്ദേഹത്തെ വിവരദോഷിയാക്കി. ഇപ്പോൾ നാളെ ഒരുപക്ഷെ തോമസ് ഐസക്കിനെയും അതുപോലെ G സുധാകരനെയും ഒക്കെ വെള്ളാപ്പള്ളി നടേശനെയും ഒക്കെ വിവരദോഷികളാക്കും. അല്ലാതെ പിണറായി ഇതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് കാണിക്കണം. എനിക്ക് വീഴ്ച പറ്റി അല്ലേ, തെറ്റ് സംഭവിച്ചു, എൻ്റെ ഭരണത്തിൽ തെറ്റ് സംഭവിച്ചു, ധാർഷ്ട്യം എൻ്റെ മുഖമുദ്രയാണ്, ഞാൻ ഇനി തിരുത്തും, എൻ്റെ ശൈലി തിരുത്തും എന്ന ഒരു ഭരണാധികാരി എന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല? അനിൽ നമ്പ്യാരെ ഞാൻ അതിന് വ്യക്തമായവരോട് പറയാം. 11 സീറ്റിൽ BJP 1ാം സ്ഥാനത്തെത്തി. അതൊരു വസ്തുതയാണ്, അത് തെറ്റു പറയുന്നില്ല. ഞങ്ങൾ ആരും അതിനെ മറച്ചു വെക്കുന്നില്ല. അത് സ്വാഭാവികമായിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചു എന്നുള്ളൊരു സത്യമാണ്. അത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് പറഞ്ഞില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? അനിൽ നമ്പ്യാർ കേട്ട കാര്യങ്ങളല്ലേ? പത്മകുമാർ സാർ കേട്ടില്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേട്ടില്ല. അതായത് എന്താ പറഞ്ഞേ? ഞങ്ങളുടെ വോട്ടുകൾ കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ ഒരു വലിയ പരാജയം ഞങ്ങൾ നേരിട്ടു. ഇത് പറയാനുള്ള ഒരു ആർജവം അദ്ദേഹം കാണിച്ചില്ലേ? തോൽവിയായിട്ട് അംഗീകരിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ. അല്ല, ഗോവിന്ദ മാഷ് കാണിച്ച ആ ആർജവം എന്തുകൊണ്ട് പിണറായി കാണിക്കുന്നില്ല? സ്വയം തിരുത്തും, എനിക്കെതിരെയാണ് എല്ലാ വിരലുകളും ചൂണ്ടുന്നത്, ഞാനാണ് കാരണഭൂതനായി വർത്തിച്ചത്, ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ എൻ്റെ ശൈലി തിരുത്തും മാറ്റും എന്ന് എന്തുകൊണ്ട് പിണറായി പറയുന്നില്ല? അങ്ങനെ നിങ്ങൾ പറഞ്ഞ മാറ്റുന്ന ശൈലിയല്ലല്ലോ പിണറായി വിജയന്റെ ഓരോരുത്തരെയും. അനിൽ നമ്പ്യാരുടെ ശൈലി മാറ്റേണ്ടത് റെജി ലൂക്കോസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അനിൽ നമ്പ്യാർ മാറാൻ പറ്റുമോ? അനിൽ നമ്പ്യാർ ഒരു എന്താ പറയുക, ഒരു നിൽക്കൂ, ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ് മൈ വേർഡ്സ്. അനിൽ നമ്പ്യാരുടെയും പത്മകുമാർ സാറിൻ്റെയും ഒക്കെ ശൈലി മാറ്റേണ്ടത് റെജി ലൂക്കോസിനോ ഞങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ശൈലിയുണ്ട്, അത് ജന്മസിദ്ധമായ ശൈലിയാണ്. അദ്ദേഹത്തിനെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട. പിണറായി വിജയന്റെ ശൈലി മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠ വിചാരിക്കത്തില്ല. ഇതേ ശൈലിയിലാണ്
അദ്ദേഹം ഇവിടം വരെ എത്തിയിരിക്കുന്നു, കേരളത്തിലെ ജനങ്ങളുടെ നേതാവായിരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് വിചിത്രമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരസ്പരം തമ്മിലടിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരും തിരുത്താൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നിങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത്. കരുണാകരന് ശേഷം കേരളത്തിൽ ആര് കേന്ദ്രമന്ത്രിമാർ വികസനം കൊണ്ടുവരുന്നെന്ന് പറഞ്ഞ ആൾ മഹാനായ ഒരു ലെജൻഡറി സ്ഥാനത്തിരിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന O രാജഗോപാലിനെ പോലുള്ള ഒരു വ്യക്തിത്വത്തെ പോലും അദ്ദേഹം ചെറുതായി കാണുമല്ലേ? എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എന്നാൽ എൻ്റെ നാട്ടുകാരനായ ജോർജ് കുര്യൻ, എൻ്റെ ഒരു സുഹൃത്തൂടെ അദ്ദേഹം ഇത്രയും ദിവസമായിട്ട് എന്തെങ്കിലും ഇതുപോലത്തെ വൈരുദ്ധ്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇന്റർവ്യൂ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞില്ല. എന്തുകൊണ്ടാ? അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം പാർട്ടിയുടെ വിധേയത്വമാകാം. അതുപോലെയാണ് ഞങ്ങളുടെ നേതാക്കന്മാരും. പാർട്ടിയാണ് ആദ്യത്തെ ഞങ്ങൾ വിധേയത്തോടെ കാണുന്ന, പ്രത്യേകിച്ച് CPM-നെ പോലുള്ളവർ. പിന്നെ ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ CPIക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അനിൽ നമ്പ്യാരെ, അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ വെള്ളാപ്പള്ളി നടേശനെ ഞങ്ങളാരും ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളിയെ വിമർശിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ പല രീതിയിൽ അദ്ദേഹത്തിന് അഭിപ്രായം മാറുന്നുണ്ട്. അതിനുകൊണ്ട് വെള്ളാപ്പള്ളിയെ വ്യക്തിഗത എടുത്താൽ ഞങ്ങൾ തയ്യാറല്ല. വെള്ളാപ്പള്ളിയുടെ മകൻ മത്സരിച്ച കോട്ടയം, എനിക്ക് വോട്ടുള്ള മണ്ഡലം കോട്ടയം, അദ്ദേഹം തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് 4,40,000 വോട്ടുണ്ടെന്ന് പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പിന് ശേഷം കോട്ടയം നിയോജകമണ്ഡലത്തിൽ. അതേസമയം കേവലം 9,000 വോട്ട് മാത്രമേ ഉള്ളൂ. 2019 കൂടുതൽ അദ്ദേഹത്തിന്റെ വോട്ട് ഷെയറായിട്ട് പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ആദ്യം മനസ്സിലാക്കുക. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ വെള്ളാപ്പള്ളി നടേശനെ കുറ്റപ്പെടുത്തുന്ന കാര്യം എന്താ? വെള്ളാപ്പള്ളി നടേശനോടൊപ്പമുള്ള ഈഴവ സമുദായത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വിള്ളൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. വെള്ളാപ്പള്ളിയെ കുറ്റപ്പെടുത്തിയില്ല. വെള്ളാപ്പള്ളി ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞു, ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞു. 3 ലക്ഷം വെള്ളാപ്പള്ളിയോട് ഇത്ര ബഹുമാനമുള്ള നിങ്ങൾ അത് അംഗീകരിക്കുമോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങളെ നിങ്ങൾ മുഖവിലക്കെടുക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. റെജി ഇപ്പോൾ എന്തായാലും മനസ്സിലായി. റെജി ഒരു കാര്യം പറഞ്ഞു, പിണറായിയുടെ ശൈലി തിരുത്തില്ല. യെസ്.